ഇവിടെയൊക്കെ നനവ, ഇവിടെ ഇരിക്കരുത്. അമ്മ തന്നെ എന്റെ ചെരുപ്പ്. ആ, ഇത് അമ്മയുടെ ചെരുപ്പ് തന്നെയാ. നീ മേടിച്ചത് എനിക്ക് തന്നാ കൊണ്ട്. നനവ് ഫുൾ നാശം. നനവും മഴയും. ഞാനൊന്ന് തുടച്ചാ പിന്നെ ഇറിച്ചിലടിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിലേ. എന്താന്ന്? അല്ല, അത് അധികം പഴക്കമുള്ളതല്ല അത്. അപ്പൊ പുറത്തേക്ക് പോയി. ഇന്ന് കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നീ ഇവിടെ ഇപ്പൊ ഇരിക്കില്ല, അപ്പടി നനവാണ്. അപ്പൊ ഇന്ന് എന്റെ കണ്ണാടിയുടെ ഫ്രെയിം മാറ്റാൻ പോവാ. പ്ലെയിൻ ആട്ടോ, നമ്മള് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണ്ണാടിയാ അത്. ഈ കമ്പ്യൂട്ടറും അതും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രം. പവറല്ല അത്. കാരണം ആന്റി ഗ്ലെയർ ഫോർ പ്രൊട്ടക്ടിങ് ഐസ്. അതെ 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 അതെ. അമ്മ എന്നെ ഇങ്ങനെ കറങ്ങി നടക്കണേ. മാലയൊന്നും ഇടണ്ടന്നേ. എനിക്കത് ഇടണോന്നേ. പക്ഷെ രാവിലെ ഇത് ഈ രാത്രിയിൽ ഊരി വെക്കണോണ്ടേ. രാവിലെ ഇത് എത്ര തൂത്താലും മഴ വരുമ്പോ ഇറിച്ചിലടിച്ച് വീണ്ടും ആവും. പക്ഷെ ഇതിലെ ഇറങ്ങിപ്പോണ്ടേ, ആരെങ്കിലും കയറി വന്നാലും തെന്നൂലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തൂക്കണം. ചെളി പോകാനൊന്നും തൂക്കണം അല്ലാട്ടോ. വെള്ളം വെറുതെ ജസ്റ്റ് തൂത്ത് കളയണം, അത്രേ ഉള്ളൂ. മിറ്റം കിടക്കണോ? കാറ്റത്തെയാ, ഇന്നലത്തെ കാറ്റത്തെ. ഞാൻ ചുമ്മാ വകഞ്ഞു മാറ്റിയതാ. ശരിയായിട്ട് അടിച്ചില്ല, വൈകുന്നേരം തന്നെ അടിച്ചോളൂ. കാരണം വീണോണ്ടേ ഇരിക്കുവോ മാവുകള്. എത്ര അടിച്ചിട്ടും ഒരു കാര്യവും ഇല്ല. ഒരു ഇത് വേണ്ടേന്ന് ഓർത്താ. ഇത്രയും മാവുകളും മരങ്ങളും ചുറ്റും നിൽക്കുമ്പോ പിന്നെ വേനൊക്കെ എന്ത് ഗുണമായിരുന്നു. അതെ അതെ അതെ. നീ അപ്പൊ രാവിലെ പുറപ്പെടുക. കുറച്ച് നോക്കി ഇറങ്ങണോണ്ട് സ്കൂട്ടറും കൊണ്ട് പോവുക. അല്ലെങ്കിലേ ജംഗ്ഷനിൽ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാ. ഇപ്പൊ പറഞ്ഞ് എല്ലാരും കാറും കൊണ്ട് വരും മഴയായതുകൊണ്ട്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റില് മാർജിൻ ഫ്രീ ജോൺസൺ ചേട്ടന്റെ അവിടെയൊന്നും വണ്ടി വെക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. ഇപ്പൊ രാവിലെ പോയി സാധനം എടുക്കാന്ന് പറഞ്ഞു. പിന്നെ നിന്റെ അതിന്റെ ഫ്രീ എന്താ മാറ്റേണ്ടതില്ലേ, അതിന്റെ പ്ലെയിൻ ഗ്ലാസിന്റെ അതും കൊണ്ടുപോണ്ട്. എന്റെ ഒരു കുട കാറി കിടപ്പുണ്ട്, അപ്പയുടെ ഒരു കുട കാറി കിടപ്പുണ്ട്. എന്റെ കൂടെ ഇനി എടുത്ത് വെക്കണം. മഴയത്ത് അങ്ങോട്ടും പോക്കില്ലല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം ഒരു പരിപാടി. ഓക്കേ. മഴ തുടങ്ങിയപ്പോ പക്ഷെ വലിയൊരു സങ്കടം ഉണ്ടായി. കാന്താരിക്ക് എന്ത് പറ്റി? കാന്താരിയുടെ മുകളിലേക്ക് ഉണങ്ങിയ മാവും കൊമ്പ് വീണു. നിറച്ചു പൂവായിരുന്നു. ഒരു കമ്പ് ഒടിഞ്ഞു വീണ് കഴിഞ്ഞു, ഒരു കൊമ്പ് തളർന്ന് കിടക്കുക. ഇപ്പൊ വരാട്ടോ, കാറിലെ കൊടയും എടുത്തോണ്ട് വരട്ടെ. ഇത് ബാറ്റയുടെ അല്ലേ? ചെരുപ്പ് ബാറ്റയുടെയാ. ഇനിയിപ്പോ ഒരു വളഞ്ഞകാലം കൂടെ മേടിക്കണം. ഏഹേ, അതിപ്പോ ഒരു പുതിയ കമ്പാണല്ലോ. നിന്റെ ക്യാരറ്റ് അല്ല പാരറ്റ് ഇല്ലേ കയ്യില്? നല്ല സ്ട്രോങ്ങാ, നല്ല ഇതാ. അടുത്ത മഴ വന്നിട്ടുണ്ട് കേട്ടോ. പ്രഡിക്ഷനിലുണ്ട്. അപ്പയുടെ പേന കിട്ടിയോ? അമ്മയാണ് പേന നോക്കി കണ്ടുപിടിച്ചു കൊടുക്കണേ. നിന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കളർ കൊട എല്ലാ സമയം നല്ലതായിരുന്നു. ശീല മാറ്റി, വാക്കൊന്നും കിട്ടുന്നില്ല. ശീല മാറ്റി വെച്ച് ബ്ലാക്ക് അടിപ്പിച്ചതാ. ഇതിലേ കൊണ്ട് കണക്കാം ഓർഡിനറിക്ക്. മോശമൊക്കെ ആയി, എന്നാലും ഓർഡിനറിക്ക് ഉപയോഗിക്കാമല്ലോ. പറമ്പിലേക്കൊക്കെ ഇറങ്ങാൻ മതി. ഞാൻ കാറിലിട്ടാറ് മഞ്ഞ എടുത്തതാട്ടോ. ഓക്കെ. മഴയായിട്ട് എന്നാ പരിപാടി? മഴയായിട്ട് മഴയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ 1-2 ഫ്രൈ തയ്യാറാക്കണം. അത് നമുക്ക് തുടങ്ങാൻ പരിപാടി. അതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങാം കേട്ടോ. അപ്പൊ അത് വറുത്തോണ്ടിരിക്കുമ്പോ മഴ പെയ്ത് കഴിഞ്ഞാൽ തുണിയെല്ലാം വെയിലെത്താം. പ്രശ്നം കൂടാ, സാരയില്ല. അപ്പൊ ഇങ്ങനെ വരട്ടെ, നേരത്തേക്ക് തുടങ്ങുള്ളൂ. ഓക്കെ, പോകാത്തേക്ക്. തണുപ്പത്തൊരു ബ്രൂ. മറ്റേ സാധനം ഉണ്ടാക്കായിരുന്നു. അത് കുഴപ്പമില്ല, പിന്നെ ഉണ്ടാക്കാം. കോഫി ബ്ലെൻഡർ. ഇന്ന് രാവിലെ കഴിക്കാൻ പോണത് അമ്മ സ്പെഷ്യൽ ഹോം മെയ്ഡ് ഉഴുന്നുവട. പഴം പുഴുങ്ങട്ടെ? പഴമൊന്നും വേണ്ട ഇനിയിപ്പോ, ഇത് മതിയല്ലോ. 2 ഉള്ളൂ, മതി. ഇന്നലത്തെ ചൂടാക്കിയതാ. ചട്നി ഇല്ല കേട്ടോ.
അതൊന്നും വേണ്ട, എനിക്ക് ചട്നി അങ്ങനെ വേണം നിർബന്ധമില്ല. ഒരു ഷേപ്പും ഇല്ലാത്ത എന്റെ ഹാൻഡ്മെയ്ഡ് ഉഴുന്നുവട ഷേപ്പൊക്കെ ആവശ്യത്തിനൊക്കെ ഉണ്ട്. ഇല്ല, അതെ, ഒരു ഷേപ്പും ഇല്ല. ഞാൻ പൂർണ്ണമായി സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അപ്പ പറഞ്ഞു ഹോട്ടലിൽ കിട്ടുന്ന പോലെ സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പ എന്നോട് പറഞ്ഞു ചൂടാറി കഴിയുമ്പോ, ഇന്നലെ ഞാൻ 4 മണിയോടുകൂടി ഉണ്ടാക്കി, ചൂടാറി കഴിയുമ്പോ എങ്ങനെ ഉണ്ടാവും അറിയില്ല എന്ന് പറഞ്ഞ് കാലത്തെ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ലെന്ന്. വളരെ സോഫ്റ്റ് ആണ്. കാലത്തെ കൊടുത്തോ നോക്കട്ടെ, നീ കാണിച്ചോ ചൂടാ, നീ വായിൽ വെച്ചൊന്ന് കാണിക്കുവാണെങ്കിൽ. ചെറുതാട്ടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിന്നെ നല്ലൊരു സബ്സ്ക്രൈബറാ പറഞ്ഞതനുസരിച്ച ഞാൻ 2 എണ്ണം ആ തൊളയൻ കയ്യിലിൽ അങ്ങനെയൊന്ന് കാണിച്ചു നോക്കി. അതായത് ചൊറു പറഞ്ഞ തൊളയൻ കയ്യിലില്ലേ നമ്മുടെ, അതിനകത്തേക്ക് ഇങ്ങനെ ഉരുട്ടിച്ച്, നീ ഇവിടെ ഇല്ല അതിൽ ഉരുട്ടി വെച്ച് കയ്യിൽ ഇച്ചിരി വെള്ളം വെച്ച് നനച്ച്, കയ്യിൽ വെള്ളം വെക്കുമല്ലോ, നനച്ചു, എന്നിട്ട് ഉരുട്ടി വെച്ച് അതിൽ വെച്ച് ഹോളുണ്ടാക്കി, എന്നിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുമ്പോ ഇറങ്ങി പോകും. നല്ല എളുപ്പാ. നല്ലൊരു സബ്സ്ക്രൈബർ മെത്തേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അത് എളുപ്പാന്ന്, കാരണം കയ്യിലങ്ങ് മുക്കിയാ മതിയല്ലോ. പിന്നെ അതെ, പിന്നെ നിങ്ങള് കൈ വൃത്തികേടാവും. നിങ്ങള് പറയണ ഒരുപാട് നല്ല ടിപ്പുകൾ എനിക്ക് ഗുണകരമായിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ പലരും പല രീതികളും പറഞ്ഞിട്ടുണ്ട്. സ്പൂണിട്ട് വേവിക്കുക, പിന്നെ അടിയിൽ എന്തോ ഒരു പാത്രം വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിട്ടോ. അപ്പം നിങ്ങൾ പറഞ്ഞു തന്ന നല്ല ടിപ്സിന് പ്രത്യേകം നന്ദി ഇതിലൂടെ പറയുവാണ്. അപ്പൊ എനിക്ക് നല്ലവരായ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഓക്കെ, ഇന്നത്തെ മഴ ദിവസം അങ്ങനെ പുരോഗമിക്കുന്നു. അതെ, ഇന്ന് എന്തൊക്കെയാ നമ്മുടെ കുക്കിങ്? കുറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് അടുക്കളയിലേക്കുള്ള കുക്കിംഗ് കൂടാതെ ഒരു ഫ്രൈ ഉണ്ടാക്കണം, ചിപ്സ്, പ്രത്യേക ചിപ്സാ. പിന്നെ പപ്പടം മേടിച്ചിട്ടുണ്ട്, പപ്പടവടയ്ക്ക്. എങ്ങനെയുണ്ടെന്ന് അതിനെ പറ്റി പറഞ്ഞു. നല്ല രുചിയാട്ടോ, ചെറുതാട്ടോ, ശരിക്കും കടയിൽ നിന്ന് മേടിക്കണം അതേ ഫീല്. പക്ഷെ ഞാൻ അതില് സോഡാപ്പൊടിയോ ബേക്കിംഗ് ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങളെ കാണിച്ച വിധങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് മാവ്, ഇഞ്ചി വെളുത്തുള്ളി, അല്ല ഇഞ്ചി, ചുമന്നുള്ളി, വേപ്പില, പിന്നെ ഒരു പച്ചമുളക്, അതുകൂടാതെ കുരുമുളക് ചതച്ചിട്ട്, പിന്നെ മാവിലെ ഒരു സ്പൂൺ, ഒറ്റയ്ക്ക് ഒരു സ്പൂൺ പുട്ടിന്റെ പൊടിയാണ്. ഓക്കെ, ഈസി ടു മേക്ക് ആണ്. പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഇന്നലെ ചെയ്തതിന്റെ വിധാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഒരു കമ്മ്യൂണിറ്റിയിൽ ഷോർട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്, അതിന് മുമ്പ് ചെയ്തതാണ്. ഇതിപ്പോ ഇന്നലെ ചെയ്ത്, അന്നേരം വീഡിയോ എടുക്കാൻ ആളില്ല കേട്ടോ. ഓൾറെഡി ചെയ്തേക്കണം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നല്ലവരായ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പേര് നല്ല ടിപ്പുകൾ തന്നെ ഉണ്ട്. ഞങ്ങള് എൻ്റെ അപ്പച്ചൻ്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് പോയപ്പോ റബ്ബർ പൂ കാണിച്ചില്ലേ, റബ്ബർ പൂ കാണിച്ചപ്പോ, അല്ല റബ്ബർ പൂ അല്ല, റബ്ബർ മരത്തിന്റെ പൂവ കാണിച്ചപ്പോ ചോദിച്ചില്ലേ, അല്ല ഒരാൾ എഴുതിയില്ലേ, നിനക്ക് മോളെ ഇത് ഇങ്ങനെ തേനീച്ച ഇങ്ങനെ ഈ പൂ ഉണ്ടാവുന്ന സമയത്ത് തേനീച്ച കൂട് വെച്ച് കഴിഞ്ഞാൽ അതിൽ തേൻ കിട്ടുന്നതാ. അത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരു 10-15 വർഷം മുമ്പ്, 15-16 വർഷം മുമ്പ് എന്റെ കൊച്ചപ്പൻ ഇങ്ങനെ ഇതേ മെത്തേഡ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ ഞങ്ങളും വളരെ ഗ്രാമാന്തരീക്ഷത്തില് റബ്ബർ തോട്ടത്തിൽ വീടുള്ള ആളായിരുന്നു. ഇപ്പൊ ഇനി പോകുന്നു. ചെറിയ വിഷമമുണ്ടോ അതില്? ഇപ്പൊ റബ്ബർ തോട്ടം ഇല്ലാത്തോണ്ട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. കാരണം റബ്ബർ തോട്ടത്തിലൂടെ കീരിച്ചെടിയുടെ ഇടയിലൂടെയും കളപ്പയറിന്റെ ഇടയിലൂടെയും ചാടിക്കളിച്ച് നടന്ന ഓർമ്മ. അമ്മയും അമ്മാച്ചനും സുരേഷിയാച്ചനും രാജൻ ചാച്ചനും എന്ന് പറഞ്ഞ മരിച്ചുപോയ അച്ഛൻ ചാച്ചൻ. അപ്പൊ അങ്ങനെ ഓടിക്കളിച്ച് നടന്ന ഓർമ്മകൾ പെട്ടെന്ന് വരും. അതിന്റെ കൂടെ കശുമാവേ കയറുന്ന ഓർമ്മയും. അപ്പൊ ഞങ്ങളുടെ വീട്ടിലില്ല അങ്ങനെ, നീ ഓർക്കണില്ലേ തേനീച്ചപ്പെട്ടി ചാച്ചാച്ച വെച്ച് തേൻ, വണ്ണത്തൂരെ അമ്മായി, എന്റെ ഒരു അപ്പച്ചന്റെ അമ്മായിയുടെ വീട്ടിൽ ഒരുപാട് തേനീച്ച പരിപാടി ഉള്ളതാ. അവിടുത്തെ ചാച്ചന്മാരെ കൊണ്ട് കൂടൊക്കെ വാങ്ങിപ്പിക്കും. ഏതാണ്ട് ചെയ്തേച്ച് അവിടെ ഇങ്ങനെ തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ, തേനീച്ചപ്പെട്ടി വെച്ച്. അപ്പൊ അത് പറഞ്ഞ നല്ല സബ്സ്ക്രൈബറുടെ പേരൊന്ന് മെൻഷൻ ചെയ്യുവാണ്. കാരണം ഇപ്പോഴും നല്ല ടിപ്പുകളും നല്ല കമന്റുകളും തരാറുണ്ട്. പേര് ഷൈനി സുരേഷ്. ഞാൻ ആളെ ഒന്നും അറിയൂല കേട്ടോ, ഞാൻ ഇതിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഷൈനി എന്നിലും മൂത്താണോ ഇളയതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ പ്രത്യേകം പറയുവാണ്, ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ റബ്ബർ തോട്ടത്തിൽ നിന്ന് പോകുന്നത് കൊണ്ട് ചെറിയൊരു കുണ്ടിതം ഇല്ല. പിന്നെ ഞങ്ങളുടെ അവിടെ എന്നാന്ന് വെച്ചാൽ നല്ല കൊതുകായിരുന്നു, റബ്ബർ തോട്ടമായതുകൊണ്ട്. ഇപ്പൊ റബ്ബറെല്ലാം വെട്ടി മാറ്റി വെച്ച്
വീടും ഞാൻ വളർന്നു വന്ന ജനിച്ച വീട് എന്റെ അമ്മ വീട്ടിലല്ലേ. ഞാൻ ഉണ്ടാവുന്നത് നമ്മൾ അമ്മയുടെ ഭാഗത്തുനിന്നാണല്ലോ വന്നത്. അത് കഴിഞ്ഞ് വളർന്ന വീടില്ലേ, എല്ലാരും എന്റെ വീട് കണ്ടില്ല എന്ന് പറയില്ല. വളർന്ന വീട് ഒരു 6-7 കൊല്ലം മുമ്പ് ആ വീട് പൊളിച്ചിട്ട് എന്റെ ആങ്ങള സ്വന്തമായിട്ട് വേറെ വീട് വെച്ചു. വേറെ വീട് വെച്ചത് തെങ്ങും പറമ്പിലാണ് വെച്ചേക്കണം. റബ്ബർ തോട്ടത്തിൽ നിന്ന് മാറ്റി. റബ്ബർ തോട്ടം കുന്നുമ്പോളിലാ വീടിരുന്നത്. അത് ആ വീട് പൊളിച്ചു മാറ്റി. എന്നിട്ട് വേറെ സമനിരപ്പുള്ള വേറെ കുടുംബ വക തന്നെയുള്ള അപ്പച്ചന്റെ പ്ലോട്ടില് വീട് വെച്ചു. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓക്കെ, ഷൈനിക്ക് പ്രത്യേകം നന്ദി. പിന്നെ ഷൈനി പറഞ്ഞതുപോലെ തന്നെ ഞാനും ശുദ്ധമായ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നാട്ടോ വന്നത്. പിന്നെ ഇവിടെ അത്രയും ഗ്രാമമല്ല, ഇവിടെ തെങ്ങും പറമ്പാട്ടോ. നിങ്ങൾ ഓൾറെഡി പറമ്പ് കണ്ടിട്ടുണ്ടല്ലോ. തെങ്ങും മാവും പ്ലാവും ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. ജാതിയൊക്കെ 2-3 ഉള്ളു. പൈ ഇതൊക്കെ കുറെ ഉണങ്ങിപ്പോയി ചൂടിന്റെ ഇതുകൊണ്ട്. അപ്പൊ ഓക്കെ പോട്ടെ. മേടിച്ച് പിറ്റേ ദിവസം അവിടെ വെച്ചേച്ചു വന്ന് ക്ലാസ്സിൽ നീ കൊടയാ ഈ കളർ കൊട വീഡിയോ പിടിച്ചോ പറയാം. എന്നിട്ട് അത് മഴയില്ല. അന്ന് അവിടെ വെച്ചേച്ചു വന്ന് ഈ വരാന്തയിലും കണ്ട് നിങ്ങൾ വിടുത്തി വെക്കൂലേ. അത് കഴിഞ്ഞ് നിനക്ക് നല്ല ഉറപ്പുണ്ട് വരാന്തയിൽ വിടുത്തി ഇരിപ്പുണ്ടെന്നുള്ളത്. സ്കൂളിലെ ആയമാര് ചേച്ചി എല്ലാരും പോന്നു കഴിയുമ്പോ ഇന്ന് നോക്കൂലോ. അവർ ഓഫീസിൽ കൊണ്ടേ കൊടുത്തോ. എന്റെ ദൈവമേ, പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്താ സ്കൂളിൽ പോവില്ല. അപ്പൊ രാവിലെ ജോലിക്ക് പോകൂലോ. പിന്നെ ഞാൻ പറഞ്ഞു അന്നേരം അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉള്ള കാലത്ത് അപ്പച്ചൻ പോവാന്ന് പറഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു വേണ്ട. എന്നെ അമ്മച്ചി വിളിക്കുന്ന പേര് കുഞ്ഞോളം തരുന്ന. കുഞ്ഞോളം എന്നെ ചെല്ലട്ടേന്നും പറഞ്ഞ ഞാൻ പോയി. ചെന്ന് കഴിഞ്ഞ് ഓഫീസിൽ ചെന്നപ്പോ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു അതിന് എന്തിനാ അമ്മേനെയും കൂട്ടി വന്നതോ, വിവരം പറഞ്ഞാ പോരാ. അപ്പൊ ഏത് കുട എങ്ങനെയാന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞ എന്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. പല വർണ്ണങ്ങളുണ്ടെന്ന് ആ കുടയില്. നിറച്ച് പൂക്കളായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട തൃപ്പൂണിത്ര. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. നല്ല കൊടയായിരുന്നു. അതിന്റെ ശീല മാറ്റി കളഞ്ഞല്ലേ. അല്ല, അതിന്റെ ശീല പിന്നെ നീ 3-ാം ക്ലാസ്സിലാണ്ട് പഠിക്കുമ്പോഴാ. അയ്യോ, നല്ല ശീല ഇരുന്ന് നരച്ച് ദ്രവിച്ചു പോയില്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞ ശീല മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിക്കടെ കൊണ്ടിടക്കാലോ. 2-3 കൊല്ലമായി മാറ്റിയിട്ട്, കോവിഡിന് മുമ്പ് മാറ്റിയതാടി. എന്നിട്ട് ആ മാഷ് പറഞ്ഞ ഇനി എന്തെങ്കിലും ഒന്ന് അതിൽ തുന്നി പിടിപ്പിച്ചേക്കാൻ. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞു തുന്നാനും മറ്റും നമുക്ക് പോകണ്ട, നിറച്ച് പൂക്കളുള്ളതല്ല. അത് കാരണം അതിന്റെ ഹാൻഡിലേല് ഏന്ന ക്യൂടെക്സ് കൊണ്ട് എഴുതി. ഞാനേ എഴുതിയതാ. ശരി. എന്നിട്ട് പിന്നെ ആർക്കാണെങ്കിലും അടയാളം ചോദിക്കുമ്പോ ഉണ്ടല്ലോ നിന്റെ ആയത് അങ്ങനെ എന്നാന്നുള്ളതിന്റെ ആ കൊടയാണത്. ഇപ്പോഴും ആ കൊട നമ്മൾ ഉപയോഗിക്കണ്ട, ശീല മാറ്റി ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളു കാര്യം. പുട്ടും പഴവും പറ്റിയാണല്ലോ. പുട്ടും പഴവാ കഴിച്ചിട്ട് വേണം തുടങ്ങാൻ. നേരത്തേക്കും മഴ വന്നാൽ തുണി മുഴുവൻ പുറത്താ. ഇവിടെ ആരുമില്ല. കണ്ണാടിക്കടയിലെ ചേച്ചി ഇല്ലേ അവിടെ? അയ്യോ, പണിയായല്ലോ. ഇന്നലെ നമ്മള് ഒരു ബ്രൊക്കോളി മേടിച്ചതാട്ടോ. 2 മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. 2 ഉണ്ട് കേട്ടോ. ലുലുന്ന് മേടിച്ചതാണ്. രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാചകക്കുറിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ ആയി വരുമെന്ന് അറിയില്ല. പക്ഷെ ഇതിന് വിലയുണ്ട് കേട്ടോ. 2 എനിക്ക് തോന്നുന്ന 600 സംതിങ് ഗ്രാമാണ്. ഗ്രാം. അപ്പോൾ അതിൻ്റെ വില 249 രൂപയാണ് കേട്ടോ. 2 കൂടി. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷെ എങ്കിലും നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ ഫുഡൊക്കെ ഇടയ്ക്ക് കാണിക്കണ്ടേ. അപ്പം അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ. അതെ. സംസാരിക്കണോണ്ടാണ് സൗണ്ട് വരാത്ത. ഇവിടെ കിച്ചണിലാ നിൽക്കണം. അടുത്ത തയ്യാറെടുപ്പിലാവോ. അപ്പൊ ഇന്നലെ ലുലുന്ന് മേടിച്ച സാധനങ്ങൾ അധികം കാണിക്കാനും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. കാരണം ഇന്നലെ വളരെ വ്യത്യസ്തമായ കുറച്ച് ഷോപ്പിംഗ് ഒക്കെയാണ് ചെയ്തത്. അതിന്റെ വീഡിയോ 2 ദിവസത്തിനകം വരും കേട്ടോ. അപ്പൊ ഇന്നലെ ലുലു ഷോപ്പിംഗ് ഒന്നും ആയിരുന്നില്ല. കുറച്ച് തുണി പർച്ചേസുകളും മറ്റ് സാധനങ്ങളും ഒക്കെ ആയിരുന്നു. അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. വളരെ രസകരമായിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഇനി ഇന്നത്തെ ഷൂട്ടിങ് തുടങ്ങട്ടെ കേട്ടോ. കുറേ സാധനങ്ങളുണ്ടല്ലോ. മീൻ കിട്ടിയോ? എന്നാ മീനാ കിട്ടിയേ? ആഹാ, വെളാമീൻ കായലിലാണോ?
കടലല്ലേ? ആ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കായലിലെ മീനൊക്കെ കുറെ കേടുണ്ടെന്നും പറഞ്ഞ് പേപ്പറിലുണ്ടായിരുന്നു. പെരിയാറിലെ രാസമാലിന്യം ഫ്രിഡ്ജിലേക്ക് പോയി, പാലും ഫ്രിഡ്ജിലേക്ക് പോയി വെക്കാം. ഞാനെല്ലാം കടയിലേക്ക് ഒന്നുകൂടെ പോകണം. കണ്ണാടിക്കാരി ഇപ്പൊ വന്നോളൂ. ആണോ? ഓ സമയം അപ്പൊ ഒത്തിരി വൈകിയല്ലോ. ആ വെളാമീൻ, പാല്, ആ സോസും മറ്റേ ഉണ്ടല്ലോ. അമ്മ പറഞ്ഞതാണോ? ആ സൂപ്പ് എന്തായാലും ഉണ്ടാക്കൂലോ. മാങ്ങ ബങ്കനംപിള്ളിയാണോ? ഞാനത് കൊണ്ടുവയ്ക്കാന്ന്. ഇപ്പൊ വെക്കാം. ബങ്കനംപിള്ളി ആണല്ലോ. ഇന്നലത്തെ നല്ല മധുരമായിരുന്നു കേട്ടോ. ഇന്നും മധുരമുണ്ട്, വെള്ളച്ചുവയുണ്ട് അല്ലേ? അത് ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാ. അപ്പ എപ്പോഴും പറയും അത് നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെളാമീൻ വന്നപ്പോഴേക്കും അമ്മ ഞൊടിയിടയിൽ അത് ക്ലീൻ അരപ്പ് വരട്ടി കട്ട് ചെയ്ത് വന്നതല്ല. പിന്നെ കഴുകണമല്ലോ. പിന്നെ പല ആവർത്തി ഒരു കല്ലുപ്പിട്ട് കഴുകി പിന്നെ കുറെ ആവർത്തി വൃത്തിയായിട്ട് കഴുകിച്ച് മഞ്ഞൾപ്പൊടി, എരിവ് മുളക് പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് അരപ്പ് വരട്ടി ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് അരപ്പ് വരട്ടി വെച്ചേക്കണതാണ്. ഇനി ഒരു മിനിമം ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇരിക്കണം. അരമണിക്കൂർ ഇരുന്ന് അത്രയും നല്ലത്. അപ്പൊ 12:30 ഓൾറെഡി ആയി. അപ്പൊ ഒരു 12:50 ആകുമ്പോഴത്തേക്കും മറക്കാൻ വെക്കണം. 1:30 ആകുമ്പോഴത്തേക്ക് ഊണാവുള്ളൂ. മീൻ കഴിയുന്നതും അമ്മ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കില്ല അല്ലേ? പിന്നെ വെക്കില്ല. അങ്ങനെയല്ല, മീൻ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയിട്ടാണ് കൊണ്ടുവരണമെങ്കിൽ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും വേവിക്കും. പിന്നെ വറക്കാനുള്ളതാണെങ്കിൽ അപ്പം തന്നെ എടുത്ത് ഇങ്ങനെ ശരിയാക്കും. ഈ കുക്കിംഗ് വീഡിയോസ് ഉള്ള സാറ്റർഡേ സൺഡേ ഞാൻ പറയാറില്ല, ഇച്ചിരി തിരക്കാണ്. അപ്പം ചിലപ്പോൾ ഒന്ന് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. ഫ്രീസറിൽ വെച്ചു എന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ വെച്ച മീൻ മുളക് ചാറായിട്ട് വേവിക്കണ മീൻ ഒരിക്കലും ഞാൻ ഫ്രിഡ്ജിൽ കയറ്റാറില്ല. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വേവിക്കണ മീനോ അല്ലെങ്കിൽ തേങ്ങ അരച്ചു വെക്കണ മീനോ കണ്ടെയ്നറുകളിൽ അടച്ച് ചില സാഹചര്യങ്ങളിൽ ഞാൻ വെക്കാറുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ഇരുന്ന് അത് കേടായി പോകും. തേങ്ങ ചേർക്കണതല്ലേ. അതുകൊണ്ട് മുളക് ചാറ് വെക്കുന്നത് കലത്തിൽ തന്നെ ഇരുന്ന് തിളപ്പിച്ചെടുക്കുകയുള്ളൂ. എനിക്ക് ഫ്രിഡ്ജിൽ അത് വെക്കണത് ഒട്ടും ഇഷ്ടമല്ല. തേങ്ങാരപ്പാണെങ്കിൽ അത് ഇനി ഇരുന്ന് എങ്ങനെയാണെങ്കിലും വൃത്തികേടാവും, അലമ്പായി പോവും, അഴുക്കാവും. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കണത് കേട്ടോ. അപ്പം എങ്ങനെയാണ് പരിപാടി. അപ്പ കണ്ണാടി കൊണ്ടുവന്നാ പറഞ്ഞേ. ഞാൻ ഈ മഴയായതുകൊണ്ടേ ഇപ്പൊ ഒന്ന് നമ്മള് ഇന്നലെ ഒന്ന് പിടിച്ചേ ഉണങ്ങിയിരുന്നോണ്ട് കുഴപ്പമില്ല. ചെറിയ മഴയ്ക്കാണ് കുഴപ്പമില്ല. ഡയറക്റ്റ് കാറ്റടിക്കും, നേരം മുഴുവൻ വെള്ളക്കടിയാവും. അപ്പൊ ചീത്ത ചവിട്ടി നടക്കല്ലേല് പുറത്തിട്ടേക്കണ ചവിട്ടി ഇപ്പൊ ഇവിടെ ഇട്ടേക്കണ ചവിട്ടി അകത്തേക്ക് കയറ്റി. കാരണം കാലവർഷം ആയിക്കഴിഞ്ഞാൽ മൊത്തം അലമ്പ. ഇറയെ മാത്രമേ കുഴപ്പമുള്ളൂ, അകത്തേക്കൊന്നും വിഷയമില്ല. കാറ്റടിക്കണോണ്ട തുറസായി കിടക്കുമല്ലേ, അതുകൊണ്ടാ. ഓക്കെ, ഈ പച്ചപ്പഴം അരിച്ചത് മീൻ മറക്കാൻ തുടങ്ങും. അപ്പൊ വെളാമീൻ ഇപ്പോഴും അപ്പഴേ കുറെ സാധനം ഉണ്ടല്ലോ. പച്ചപ്പഴം ഇന്ന് അപ്പഴൊക്കെ ഫുൾ ലോഡായിരുന്നു. 3ാമത്തെ ട്രിപ്പായി. അതെന്നാ കൂടോ തൈ ഏതാണ്ട് ദേ കണ്ണാടി കിട്ടിട്ടോ, നോക്കട്ടെ. കണ്ണാടി ഇല്ലേ? ഇതിലാ കണ്ണാടി, ഇതിലില്ലെന്നേ. ഓ ഒച്ച കേട്ടല്ലോ. ഉള്ളിലുണ്ട്. എനിക്ക് കണ്ണ് കാണാൻ മേലാത്ത എനിക്ക്. അപ്പൊ എന്നാ തയ്യാ മേടിച്ചേ നോക്കട്ടെ. അപ്പക്കിത് കാളക്കൊമ്പം കിട്ടാത്തായിരുന്നു ഒരു വിഷമ. ഇത് എന്റെ കണ്ണാടിക്ക് കവർ മേടിച്ചാടി. ആണോ? ഞാൻ പറഞ്ഞായിരുന്നു കിട്ടുവാണെങ്കിൽ എന്റെ കണ്ണാടി കവർ പോയി. ഇറക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എന്റെ അമ്മ ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തേക്കുന്നത് കറിവേപ്പിലയുടെ രുചിയും കൂടെ കിട്ടാൻ. ഓരോരുത്തർ പറയുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അതിലേക്ക് പിടിക്കും. മേരി അല്ലായിട്ടുണ്ട് നടിയിൽ. എനിക്കും ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നോക്കിയിട്ട് ശരിയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ അതിന്റെ ഇത് ഇറങ്ങണം. അപ്പൊ എനിക്ക് തോന്നിയത് ശരിയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ അധികം ചെയ്യാറില്ലടി. കറിവേപ്പില ഞാൻ എങ്ങനെയാണെന്നറിയാമോ, വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങ് ഊരി വെതറിയിടുക പതിവ്. അതിന് പകരം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ആ ഡിഫറൻസ് എങ്ങനെയാണെന്നറിയാം. ഇച്ചിരി വൈകി പോയിട്ടോ, കുക്കിംഗ് ഡേ ആയതുകൊണ്ട്. കുക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കുക്കിംഗ് പരിപാടി ഉള്ളത് കൊണ്ട് മീൻ മറക്കണത് 1 മണിക്കാണ്. 1:45 നമ്മുടെ സമയം. ഇച്ചിരി ഡിലേ ആയി. കരയില്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ്, മോർണിംഗ് റൊട്ടീൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ ഇനി ഇടേണ്ട കാര്യമില്ല, വേർപ്പൊന്നുമില്ല. പിന്നെ അടിയിലേക്ക് ചെളി പറ്റാതെ കേട്ടോ. ഇനിയിപ്പോ ഇത് വെറുതെ വേണമെങ്കിൽ മാറ്റാം. മീൻ മറക്കൽ കഴിഞ്ഞാൽ ഉച്ചവരെയുള്ള പരിപാടി കഴിഞ്ഞു. ഇവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ഓക്കെ, ചോറ് വറക്കാറായി. ചോറ് വറക്കാറായി. കോവയ്ക്ക, നമ്മുടെ കോവയ്ക്കോ ക്യാരറ്റ്. കോവയ്ക്കെന്ന് വയൽ വേണ്ട, ഇങ്ങനെ
ചാറ്റ് ചെയ്യാറില്ല. ഫോണിന് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. ഓക്കെ. അപ്പൊ ഇന്ന് വൈകി പോയല്ലോ ഇത് കുടിക്കാൻ. കടയിൽ പോയില്ലേ? 3 times ഇന്ന് പോയി. ആ പല കാര്യങ്ങളല്ലാണ്. എന്നാ ചെയ്യണേ അല്ലേ?